ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പങ്ക്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2026 ജൂൺ മാസം 20-ാം തീയതി മുതൽ ആഗസ്റ്റ് മാസം 2-ാം തീയതി വരെ ഇടവം രാശിയിൽ ചൊവ്വ സ്ഥിതി ചെയ്യുമ്പോൾ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചും ധനാഗമനത്തെക്കുറിച്ചും തൊഴിൽ നേട്ടങ്ങളെക്കുറിച്ചും ആരോഗ്യം അങ്ങനെ നിരവധി കാര്യങ്ങളാണ് വിചിന്തനം ചെയ്യുന്നത്. അത് ഭാവാൽഭാവം ഗണിച്ച് മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി നോക്കി ഇപ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ മേടം രാശിക്കാർക്ക് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനമൊക്കെ ഉള്ള സമയമാണ്. ദൈവാധീനത്തെയൊക്കെ ഒന്ന് വിചിന്തനം ചെയ്ത് കുടുംബജീവിത കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് വിചിന്തനം ചെയ്യുന്നത്. ഓരോ വ്യക്തികളെയും സംബന്ധിക്കുന്നിടത്തോളം ഈ ചൊവ്വയുടെ സ്ഥിതി വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അത് രാശിയുടെ അധിപനാണ്. രാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വ എപ്പോഴും ഏത് ഭാവത്തിൽ നിന്നാലും ഒരു പരിധി വരെയൊക്കെ അത് അനുഗ്രഹം ചൊല്ലും. അപ്പോൾ ഇഷ്ടഭാവമായ സമക്ഷേത്രമാണ് ഇടവം രാശി. അതായത് ശുക്രന് സമനാണ് ചൊവ്വ. ഓരോ ഗ്രഹത്തിനും ഉച്ചം, നീചം, മൂലത്രികോണം, ശത്രുക്ഷേത്രം, മിത്രക്ഷേത്രം അങ്ങനെയൊക്കെ ഉണ്ട്. അതിൽ സമക്ഷേത്രത്തിൽ ശത്രുവിൻ്റെ വീട്ടിൽ നിൽക്കുന്ന പോലെ അല്ലല്ലോ ഒരു സമനായിട്ടുള്ള ഒരാളുടെ വീട്ടിൽ ചെല്ലുന്നത്. അങ്ങനെ സമനായിട്ടുള്ള ആ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് ധനസ്ഥാനമാണ്. ഈ മേടം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ആ ധനസ്ഥാനത്ത് നിൽക്കുമ്പോൾ ധനസ്ഥാനാധിപൻ സുഖസ്ഥാനത്ത് ഉച്ചം ചെയ്തിരിക്കുന്ന വ്യാഴത്തിനോട് യോഗം ചെയ്ത് നിൽക്കുന്നു. 9-ാം ഭാവാധിപൻ, ഏറ്റവും വലിയ ഭാഗ്യഭാവാധിപനാണ് മേടം രാശിക്കാർക്ക് വ്യാഴം. ആ വ്യാഴം ഉച്ചം ചെയ്ത് കർക്കിടകൻ രാശിയിൽ നിൽക്കുമ്പോൾ ധനസ്ഥാനാധിപനായ ശുക്രനും കൂടെയുണ്ട്. അപ്പോൾ വിദ്യയുടെ കാരകനായിരിക്കുന്ന ബുധനുമുണ്ട്. പല വിധത്തിലുള്ള നേട്ടങ്ങൾ, അഭിവൃദ്ധികൾ ഈ 45 ദിവസം ഈ മേടം രാശിക്കാരെ തേടിയെത്തും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. അത് കൊച്ചുകുട്ടികളായിട്ടുള്ളവർക്കും ആരോഗ്യം തൃപ്തികരമായി. അതുപോലെ തന്നെയാണ് പ്രായമായവർ, ഏതെങ്കിലും തരത്തിൽ മെഡിസിനൊക്കെ കഴിക്കുന്നവർ, രോഗം ഇനി മാറുകയില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കാം നല്ല ഒരു അതിവിദഗ്ധരായ ഡോക്ടർമാരൊക്കെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന കേസായാലും ഒരു വൈദ്യൻ വന്നൊരു മരുന്ന് കൊടുത്തു കുറയുക. അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ ഉള്ള നല്ല ദൈവാധീനം ആരോഗ്യകാര്യത്തിലുള്ള സമയമാണ്. അതുപോലെ തന്നെയാണ് പ്രസിദ്ധി വന്നു ചേരുക. ദേഹസ്യ സൗഷ്ടവും സാസ്ത്യം സ്ഥിതി ശ്രേയസ്. ശ്രേയസ് വന്നു ചേരും, പ്രസിദ്ധി വന്നു ചേരും. അത് എഴുത്തുകാർ, കലാകാരന്മാർ, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ, രാഷ്ട്രീയക്കാർ, സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നത്, മതസംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ശ്രേയസ് വന്നു ചേരും, സ്ഥാനമാനങ്ങൾ വന്നു ചേരും. അവരുടെ സേവനങ്ങൾ സമൂഹത്തിൽ വളരെ വിലപ്പെട്ടതായിട്ട് അംഗീകരിക്കപ്പെടും ജനങ്ങൾ. ആ ജനങ്ങൾ സമൂഹ മധ്യത്തിൽ വെച്ച് ചില അംഗീകാരങ്ങൾ കിട്ടുവാൻ യോഗമുണ്ട് ഈ മേടം രാശിക്കാർ. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ച് ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാഹനം വാങ്ങുന്ന കാര്യത്തിൽ വാഹനകാരകനായ ശുക്രൻ പൂർണ്ണ ബലവാനായിട്ട് ദൈവാധീനത്തോടുകൂടി സർവേശ്വരകാരകനായ വ്യാഴത്തിനോട് യോഗം ചെയ്ത് വാഹനത്തിൻ്റെയൊക്കെ സൂചിപ്പിക്കുന്ന, ഗൃഹത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗൃഹം വന്നു ചേരുവാൻ ദീർഘനാളുകളായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഗൃഹം വന്നു ചേരുവാനുള്ള സാമ്പത്തികം വന്നു ചേരും. ഏതെങ്കിലും തരത്തിൽ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ കിട്ടുക, സുഹൃത്തുക്കളെ സഹായിക്കുക, ജീവിത പങ്കാളിയുമായുള്ള കുടുംബത്തിൽ നിന്ന് വരുമാനം കിട്ടുക, സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ചില ധന നേട്ടങ്ങൾ മാതാപിതാക്കളൊക്കെ തരിക, അങ്ങനെയൊക്കെ വന്നു ചേർന്ന് ഉത്തമമായ ഗൃഹയോഗവും ഉത്തമ വാഹനയോഗവും വന്നു ചേരും. കൂടാതെ സഹോദര സ്ഥാനീയർക്കും ഉയർച്ച ഉണ്ടാകും. സഹോദര സ്ഥാനീയരുമായിട്ട് വളരെ സ്നേഹമായിട്ടൊക്കെ കഴിഞ്ഞു പോയവർ, ദുഃഖമൊക്കെ ഉള്ളവരുണ്ട് മേടം രാശിക്കാർ. അവരെ കാണുന്നതിനും കണ്ടുമുട്ടുന്നതിനും പരസ്പരം മുൻപോട്ട് സൗഹാർദ്ദപരമായിട്ട് പോകുന്നതിനുമൊക്കെ യോഗമുണ്ട്. കടങ്ങളൊക്കെ വീടുവാനുള്ള യോഗമുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നങ്ങളൊക്കെ ഉള്ളവർ, കടങ്ങൾ വന്നു ചേർന്ന് നിൽക്കാൻ വരാതെ നിൽക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും തരത്തിൽ ആ കടങ്ങളൊക്കെ ഒന്ന് വീടുന്നതിനൊക്കെയുള്ള ഒരു പുതിയ മാർഗം വന്നു ചെയ്യും. ദമ്പതികളായിട്ടുള്ളവർക്കും അതുപോലെ തന്നെയാണ്. വിവാഹം കഴിക്കാതെ പ്രായമായിട്ടും പല രീതിയിലും വിവാഹം ആലോചിച്ചിട്ട് നടക്കാത്തവർക്കൊരു വിവാഹം വന്ന് വാക്കാകുവാനൊക്കെ യോഗമുണ്ട്. ദാമ്പത്യ ഭാവം ശുദ്ധമാണ്. ദാമ്പത്യ ഭാവത്തിലേക്ക് പ്രബല ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ അധിക
ദോഷങ്ങളൊന്നുമുള്ള സമയമല്ല ദാമ്പത്യഭാവത്തിൽ. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുവാനും ഗൃഹോപകരണങ്ങൾ വന്നു ചേരുവാനും ഒക്കെ ഈ മേടം രാശിക്കാർക്ക് യോഗവും ഭാഗ്യവുമുള്ള സമയമാണ്. അതുപോലെ ഉല്ലാസയാത്ര പോവുക, വിവാഹം കഴിഞ്ഞ ഉടനെ ഉല്ലാസയാത്ര പോവുക, അതിനൊക്കെ യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണ്ണമായ കാര്യം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് ചില വിദ്യാ തടസ്സങ്ങൾ സൂചകമാണ്. അത് അലസത മൂലം. പഠനത്തിനായിട്ട് അധിക സമയം മാറ്റിവെക്കണം. എങ്കിലേ ഉദ്ദേശിച്ച രീതിയിലുള്ള സ്കോർ ലഭിക്കുകയും റാങ്ക് ലഭിക്കുക. ചെറിയ രീതിയിലൊക്കെ ജയിച്ചു വന്നിട്ട് കാര്യമില്ലല്ലോ ഇന്നത്തെ കാലത്ത്. അത് ഉപരിപഠനവും ഉന്നത വിദ്യാഭ്യാസവും ഒക്കെ ചെയ്യുന്ന കുട്ടികൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ടെസ്റ്റുകൾ എഴുതുന്നവർ, ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർ, അവരൊക്കെ ജാഗ്രതയോടുകൂടി അധിക സമയം കോൺസെൻട്രേഷൻ ചെയ്ത് സെർച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമേ എത്ര അറിവുള്ള അല്ലെ മാർക്കുണ്ട് എന്നൊക്കെ പറയുന്ന വ്യക്തികൾ പോലും കുട്ടികൾ പങ്കെടുക്കാവൂ. വളരെ സൂക്ഷ്മത ആവശ്യമാണ്. തൊഴിൽപരമായ കാര്യങ്ങൾക്കും അഭിവൃദ്ധികൾ വന്നിച്ചു. തൊഴിൽ സ്ഥാനത്തേക്ക് അധികാരത്തിൻ്റെ ഗ്രഹമൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. ചില പ്രൊമോഷനുകൾ വന്നു ചേരുക, ഇഷ്ടമുള്ള സ്ഥലത്തേക്കൊരു ട്രാൻസ്ഫർ വന്നു ചേരുക, അതൊക്കെ മനുഷ്യർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്, സാധിക്കുന്ന കാര്യങ്ങളാണ്. ഈ 45 ദിവസം സാധിക്കേണ്ടതാണ്. മേലധികാരികളുടെ സഹകരണം ഉണ്ടാകും, സഹപ്രവർത്തകരുടെ ഒരു സഹായങ്ങളൊക്കെ ഉണ്ടാകും. പിണങ്ങി നിന്ന സഹപ്രവർത്തകരൊക്കെ ഓരോ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ചിലരെയൊക്കെ നിർത്തുകയില്ല, അവിടെ ജോലി ചെയ്യാൻ സമ്മതിക്കുകയില്ല. കുടുംബം നോക്കേണ്ടതാണ്. അവരെ ഹരാസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നതൊക്കെ അത്ര ശരിയൊന്നുമല്ല, തെറ്റാണ്. അത് പിന്നീട് അങ്ങനെ ചെയ്യുന്നവരെ തന്നെ അത് ബാധിക്കും, പല രീതിയിൽ കുടുംബത്തെ ബാധിക്കും. അതായത് പ്രാക്ക് കിട്ടും. ഓരോ സ്ഥലത്തൊക്കെ ജോലി ചെയ്യുന്നവരെ ആവശ്യമില്ലാതെ ഹരാസ് ചെയ്ത് വർത്തമാനം പറയുന്ന മേലധികാരികളായാലും സഹപ്രവർത്തകർക്കായാലും കുടുംബത്തിന് ദോഷം കിട്ടും, സന്താനങ്ങൾക്ക് ദോഷമുണ്ടാവും. സംശയിക്കേണ്ട. അതിനനുസരിച്ച് ഓരോ ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ് എല്ലാവരും ഒരുപോലെ കഴിവുള്ളവരല്ല. അപ്പം അതുകൊണ്ട് തൊഴിൽപരമായ അഭിവൃദ്ധി സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും ഒക്കെ സഹായത്തോടുകൂടി വന്നു ചേരുവാൻ യോഗമുണ്ട്. അതിന് സംശയിക്കേണ്ട. സ്വന്തം നാട് വിട്ടും ഒരു ജോലിയൊക്കെ കിട്ടുന്നതിനും അത് നല്ല സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ ജോലി ലഭിക്കുന്നതിനും ഒക്കെ യോഗമുള്ള സമയമാണ്. അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. ഏറ്റവും പ്രധാനം ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും മുരുകൻ തരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അതുകൂടി ചേർത്ത് കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൂടാതെ ഈ ചാനൽ ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ട്.